ട്രിക്സിന്റെ ഓൺലൈൻ വീഡിയോ ക്ലാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ +2 കൊമേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. +2 കൊമേഴ്സ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശങ്കകൾ ഉണ്ടാക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് അക്കൗണ്ടൻസി എന്നുള്ളത്. അക്കൗണ്ടൻസിയിൽ ഏതൊരാൾക്കും ഫുൾ മാർക്ക് നേടാനായിട്ട് അല്ലെങ്കിൽ A+ നേടാൻ അല്ലെങ്കിൽ ഉന്നത മാർക്ക് നേടാനായി ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കാണുന്നതോടുകൂടി സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ നിങ്ങളിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എന്തൊക്കെ നമ്മൾ ഇത്തരത്തിൽ ഫുൾ മാർക്ക് നേടാൻ പഠിക്കണം, ഏതെല്ലാം രീതിയിലാണ് പഠിക്കേണ്ടത്, എന്തെല്ലാം സ്കോറുകൾ നമ്മൾക്ക് എക്സാമിൻ ഹാളിൽ പ്രവേശിക്കുന്നതിന്റെ മുമ്പേ നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് കഴിഞ്ഞ വർഷം A+ നേടിയിട്ടുള്ള 16 എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളിൽ നിന്നുള്ള അനുഭവങ്ങളിലൂടെ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളെ പറഞ്ഞു തരാനാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ +2 അക്കൗണ്ടൻസിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും 2 ബുക്കുകളാണ്. അതില് ഫസ്റ്റ്, സെക്കൻഡ് പാർട്ടുകളായിട്ടാണ് അതിനെ വിഭജിച്ചിട്ടുള്ളത്. ഫസ്റ്റ് പാർട്ടിൽ പൊതുവായിട്ടുള്ള എല്ലാവരും പഠിക്കേണ്ട കാര്യങ്ങളാണ്. സെക്കൻഡ് പാർട്ടിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികളുമുണ്ട്. അതുപോലെ തന്നെ അനലൈസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന ഏരിയ പഠിക്കുന്ന വിദ്യാർത്ഥികളുമുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളും അതോടൊപ്പം തന്നെ പൊതുവായിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങും അനലൈസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് സ്ട്രീമിൽ രണ്ടിലും എക്സാമുകൾ എഴുതുന്ന വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത്. അനലൈസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മാത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ചില പ്രത്യേക കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോകളിൽ പറയും. അപ്പോ എന്താണ് +2 അക്കൗണ്ടൻസിയുടെ ഒരു എക്സാമിന്റെ സ്ട്രക്ചർ എന്ന് നമുക്ക് ആദ്യം പരിചയപ്പെടാം. +2വിലും +1ലുമായിട്ട് 200 മാർക്കിലാണ് അക്കൗണ്ടൻസിയുടെ എക്സാം നടക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ ആ ഒരു കൺസെപ്റ്റ് നമ്മളുടെ മൈൻഡിൽ വരിക. പിന്നീട് 80 മാർക്ക് +1ലെ എക്സാം ആണ്. +2വിൽ 120 മാർക്കിനുള്ള ഒരു പരീക്ഷയാണ് നടക്കുന്നത്. ആയതുകൊണ്ട് തന്നെ എങ്ങനെയെല്ലാം പഠിക്കണം എന്നുള്ളത് കൃത്യമായി ഒന്ന് നോട്ട് ചെയ്തു വെച്ചാൽ തന്നെ പകുതി മാർക്ക് നമ്മൾ എക്സാമിന്റെ ഹാളിലേക്ക് കയറുന്നതിന്റെ മുമ്പേ നേടാൻ പബ്ലിക് എക്സാം നടക്കുന്ന ആ ഒരു ഡേറ്റിന്റെ മുന്നേ തന്നെ നമ്മൾക്ക് പകുതി മാർക്ക് അക്കൗണ്ടൻസിയിൽ നേടാൻ സാധിക്കുന്നു. അതെങ്ങനെയെന്നുള്ളതാണ് ആദ്യമേ പറയുന്നത്. അപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞു +1ൽ 80 മാർക്ക്, അതിൽ 60 മാർക്ക് നിങ്ങൾ എക്സാം എഴുതിയിട്ടും അതുപോലെ 20 മാർക്ക് CE മാർക്ക് ആയിട്ടും ഒക്കെ നമ്മൾ എക്സാമിന് കഴിഞ്ഞു വന്നവരാണ്. ഇനി +2ലേക്ക് വരുമ്പോ അവിടെ നമുക്ക് 120 മാർക്കിന്റെ എക്സാം നടക്കുന്നുണ്ട്. 120 മാർക്കിൽ 20 മാർക്ക് നേരത്തെ +1ലേതുപോലെ തന്നെ നിങ്ങൾക്ക് CE മാർക്കായിട്ട് ലഭിക്കുന്ന സ്കോറാണ്. അത് നിങ്ങളുടെ കുറഞ്ഞ എഫേർട്ട് കൊണ്ട് നിങ്ങളുടെ അധ്യാപകർ തരുന്ന അസൈൻമെന്റുകളും പ്രൊജക്റ്റുകളും മറ്റ് അനുബന്ധ വർക്കുകളും ക്ലാസ്സിലെ പ്രധാനപ്പെട്ട വർക്കുകൾ എന്നിവയ്ക്കൊക്കെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നൽകുന്ന 20 മാർക്കാണ്. ചെറിയ ഒരു എഫേർട്ട് കൊണ്ട് തന്നെ നമുക്ക് അധ്യാപകരൊക്കെ കയ്യിലെടുത്തുകൊണ്ട് അവർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുന്നതോടൊപ്പം നമുക്ക് ആ 20 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ 120ലെ 20 മാർക്ക് എക്സാം ഹാളിന്റെ മുന്നിൽ കയറുന്നതിന്റെ മുമ്പേ നിങ്ങൾ നേടിക്കഴിഞ്ഞു. അല്ലെങ്കിൽ അതിലെ 19, 18 മാർക്ക് എല്ലാവർക്കും നേടാനായിട്ട് സാധിക്കും. പിന്നീട് നമ്മൾക്ക് 40 മാർക്കിന്റെ കമ്പ്യൂട്ടർ പ്രാക്ടിക്കൽ എക്സാം നടക്കുന്നു. കമ്പ്യൂട്ടറിന്റെ പ്രാക്ടിക്കൽ എക്സാമിന് 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. പ്രധാനമായിട്ടും ജിനു കാത്ത, ലിബ്രോഫിസ് തുടങ്ങിയിട്ടുള്ള ഏരിയകൾ നമ്മൾ പഠിച്ച ഏരിയയിൽ നിന്ന്
അതിൻ്റെ പ്രാക്ടിക്കൽ നമ്മൾ ലാബുകളിൽ വെച്ച് കമ്പ്യൂട്ടറിൽ ചെയ്ത് അതിനുള്ള എല്ലാ സംവിധാനങ്ങളും നിങ്ങൾക്ക് നൽകിക്കൊണ്ട് നിങ്ങളെ പ്രാപ്തമാക്കും. എക്സാമിന്റെ മെയിൻ എക്സാം നടക്കുന്നതിന്റെ തൊട്ടു മുമ്പേ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാം നടക്കും. ആ ഒരു സമയത്ത് 40 മാർക്കിന്റെ എക്സാം നടക്കുമ്പോൾ അത്യാവശ്യമൊക്കെ നിങ്ങളുടെ ക്ലാസ് റൂമുകളിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുള്ള ജിനുക്കാത്തയും ലിബ്രോഫീസ് തുടങ്ങിയിട്ടുള്ള ആ ഒരു പ്രാക്ടിക്കൽ ഏരിയ ഒക്കെ ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഏതൊരാൾക്കും ഒരു 35-ൽ കുറയാത്ത 40-ൽ 35-ൽ കുറയാത്ത മാർക്ക് കരസ്ഥമാക്കാനായിട്ട് പറ്റും. കുറച്ച് നന്നായിട്ട് ശ്രദ്ധിച്ച ആൾക്ക് ആ 40-ൽ 40 മാർക്കും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അത് തീർച്ചയായിട്ടും പറ്റുമെന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ 120 മാർക്കിൽ 60 മാർക്ക് CE മാർക്കും അതോടൊപ്പം കമ്പ്യൂട്ടറിന്റെ പ്രാക്ടിക്കലായിട്ടുള്ള 40 മാർക്കും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് മെയിൻ പബ്ലിക് എക്സാമിന്റെ അക്കൗണ്ടൻസിയുടെ തിയറി എക്സാം എഴുതുന്നതിന്റെ ക്ലാസ് റൂമിന്റെ ഉള്ളിലേക്കുള്ള പ്രയാണത്തിന്റെ മുന്നേ നിങ്ങൾ 60 മാർക്ക് സ്കോർ ചെയ്തു കഴിഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കുക, മാർക്ക് നേടേണ്ടത് എങ്ങനെയെന്നുള്ള ഒരു പ്ലാൻ ആദ്യമേ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഇനി നമുക്ക് 60 മാർക്കിന്റെ എക്സാമാണ് നടക്കാൻ പോകുന്നത്. പബ്ലിക് എക്സാമിന് നിങ്ങൾ ചെന്നിരിക്കുമ്പോൾ 60 മാർക്കിന്റെ എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിലോട്ട് തരും. അതിലും 20 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടാവും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ നിന്ന്. നിങ്ങൾ ഈ ഒരു പ്രാക്ടിക്കൽ എക്സാമിന്റെ പ്രാക്ടിക്കൽ ആളുകളിൽ ഇരുന്ന് ചെയ്തുകൊണ്ട് പഠിച്ച അതേ കാര്യങ്ങൾ, അതിന്റെ സ്റ്റെപ്സുകൾ എഴുതാന്, അതിന്റെ ഗുണങ്ങൾ എഴുതാന്, അതിന്റെ ഇക്വേഷൻ എഴുതാന്, അതിന്റെ പ്രൊസീജിയർ അഥവാ സ്റ്റെപ്സുകൾ എഴുതിക്കൊണ്ട് വളരെ ലളിതമായിട്ട് ആ 20 മാർക്കും നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. ഏതുകൊണ്ട് തന്നെ ഈ ഒരു പ്രാക്ടിക്കൽ പഠിക്കുന്നതോടുകൂടെ അതിന്റെ പ്രാക്ടിക്കലിന്റെ പ്രൊസീജിയർ പഠിക്കുന്നതിലൂടെ അതിന്റെ ഇക്വേഷനുകൾ പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് 20 മാർക്കും കൂടെ കരസ്ഥമാക്കാൻ പറ്റും. അപ്പോ 80 മാർക്കിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടത് ഒന്ന് CE മാർക്ക്, 20-ൽ നിങ്ങളുടെ അധ്യാപകൻ പറയുന്നത് പോലെയുള്ള അസൈൻമെന്റുകളും കാര്യങ്ങളും പ്രൊജക്റ്റുകളും ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയാൽ നിങ്ങൾക്ക് 20 മാർക്ക്. പ്രാക്ടിക്കലില് ക്ലാസ് റൂമുകളിൽ ലാബുകളിൽ വെച്ച് ചെയ്യുന്ന ആ പ്രാക്ടിക്കലൊക്കെ കുറച്ച് ഭംഗിയായിട്ട് ചെയ്ത് അതിനെ പൂർത്തീകരിച്ചാൽ 40 മാർക്ക്. അതേ പ്രാക്ടിക്കലിന്റെ പ്രൊസീജിയറുകൾ നമ്മൾ നേരത്തെ എഴുതിയതുപോലെയുള്ള പ്രാക്ടിക്കൽ ആളുകളിൽ പ്രൊസീജിയറുകൾ എഴുതിയതുപോലെയുള്ള പ്രൊസീജിയറുകൾ, അതേപോലെയുള്ള ഇക്വേഷനുകൾ, അതിലെ ഏതാനും തിയറികളൊക്കെ കറക്റ്റാക്കി എഴുതി വെച്ചാൽ 40 മാർക്ക്. അതിനോടുകൂടെ പബ്ലിക് എക്സാമിന്റെ ഹാളിലേക്ക് എത്തിയിട്ട് അവിടെയും നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട 20 മാർക്കിന്റെ 1 വേർഡും 4 മാർക്കിന്റെയും ഒക്കെ പ്രൊസീജിയറുകളും ക്വസ്റ്റ്യനുകളും ഇക്വേഷനുകളും എഴുതി വെച്ചാൽ അവിടെയും 20 മാർക്ക്. 80 മാർക്കുകൾ നമ്മൾ കരസ്ഥമാക്കി കഴിഞ്ഞു. പിന്നീട് ഉള്ള 40 മാർക്ക് അത് അനലൈസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഒരേപോലെയുള്ള 40 മാർക്കിന്റെ ചോദ്യം. അവിടെ നമ്മൾ എന്തൊക്കെ പഠിക്കണം എന്നുള്ളതാണ് ഇനി നമുക്ക്. ഇപ്പൊ നമ്മള് 80-ൽ 80 സ്കോർ ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലേക്കാണ് നമ്മൾ, അല്ലെങ്കിൽ എന്തൊക്കെ പഠിക്കണം എന്നുള്ളതാണ് പഠിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് 120-ൽ എങ്ങനെ 120 മാർക്കും നേടിയെടുക്കാം എന്നുള്ളതാണ് അടുത്ത. അതിനായിട്ട് നമ്മൾ പഠിക്കേണ്ടത് നമ്മളുടെ അക്കൗണ്ടൻസിയുടെ ഫസ്റ്റ് പേപ്പറിൽ 5 ചാപ്റ്ററുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിലെ ഒന്നാമത്തെ ചാപ്റ്റർ അക്കൗണ്ടിങ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അതില് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ളത് എന്താണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, എന്താണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, എന്താണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ഇവ തമ്മിലുള്ള വ്യത്യാസം. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇതിൽ നിന്നും 5 മാർക്ക് നേടാമെന്നുള്ളത് തൊട്ടു മുന്നേയുള്ള വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
അതോടൊപ്പം തന്നെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എങ്ങനെ വരക്കാം? റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഒക്കെ വരക്കാൻ വളരെ ലളിതമാണ്. നമുക്ക് റെസിപ്റ്റ് ഏതാണ്, പേയ്മെന്റ് ഏതാണ് എന്ന് അറിയാം. അത് ഓപ്പണിംഗ് ബാലൻസ് ക്ലോസിംഗ് ബാലൻസും വെച്ചുകൊണ്ട് വർഷങ്ങളുടെ പരിഗണനയില്ലാതെ എല്ലാ വർഷത്തേതും അഥവാ പ്രൊസീഡിങ്ങും സക്സീഡിങ്ങും കറന്റ് ഇയറിലേതും റെസിപ്റ്റുകളും പേയ്മെന്റുകളും എഴുതിയിട്ട് ഓപ്പണിംഗ് ബാലൻസ് വെച്ചുകൊണ്ട് ചെയ്ത് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ക്ലോസിംഗ് ബാലൻസ് കിട്ടും. ഇതൊന്ന് നമ്മളുടെ അധ്യാപകൻ പഠിപ്പിച്ചതുപോലെ കൃത്യമായിട്ട് പഠിച്ചാൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടായി. അതുപോലെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ടുള്ള വീഡിയോസ് നേരത്തെ ചെയ്തിട്ടുണ്ട്. അതില് റിക്കറിംഗ് നാച്ചുറൽ ആയിട്ടുള്ള റവന്യൂ ഐറ്റത്തെയും മാത്രമേ കാണിക്കുകയുള്ളൂ, ആ ഇയറിലേത് മാത്രമേ കാണിക്കുകയുള്ളൂ. അങ്ങനെ റിക്കറിംഗ് ആയിട്ടുള്ളതും ആ വർഷത്തേതുമായിട്ടുള്ള ഐറ്റംസുകൾ കാണിക്കുക എന്ന് പറഞ്ഞാൽ പ്രീവിയസോ സക്സീഡിംഗ് ഒന്നും കാണിക്കൂല. അപ്പൊ റിസീവ്ഡ് ഇൻ അഡ്വാൻസും ഔട്ട്സ്റ്റാൻഡിംഗ് ഒക്കെ വെച്ചുകൊണ്ട് അതിനെ കുറച്ചും കൂട്ടിയും ഒക്കെ ചെയ്യാം. ഇത്തരത്തിലുള്ള വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്, അത് കൃത്യമായിട്ടൊന്ന് പഠിക്കാം. അതോടൊപ്പം തന്നെ ഇതില് ഒരു ഐറ്റത്തെ ക്രെഡിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റം എമൗണ്ട് എത്രയെന്ന് ചോദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ആ ഇയറിലേത് എത്ര, സ്റ്റേഷനറി ആ ഇയറിലേത് എത്ര എന്ന് ചോദിച്ചിട്ട് 4 മാർക്കിന് ചോദിക്കാറുണ്ട്. വളരെ ലളിതമാണത്. അതിന്റെ വീഡിയോസ് 2 വീഡിയോ നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ടും ആ മാർക്ക് ലഭിക്കാനായിട്ട് സാധിക്കും. അപ്പോ പിന്നീട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ 1ാമത്തെ ചാപ്റ്ററിൽ ഏറെക്കുറെ എല്ലാം പഠിച്ചു കഴിഞ്ഞു. പിന്നീട് 2ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് പാർട്ണർഷിപ്പിന്റെ ബേസിക് കൺസെപ്റ്റ് ആണ്. അക്കൗണ്ടിങ് ഫോർ പാർട്ണർഷിപ്പ് ബേസിക് കൺസെപ്റ്റ് ആണ്. അവിടെ പാർട്ണർഷിപ്പ് എന്താണ്, പാർട്ണർഷിപ്പ് ഡീഡ് എന്താണ്, അതിന്റെ പ്രത്യേകത, ഇതൊക്കെ നമ്മൾ +1 പഠിച്ചതാണ്. പിന്നീട് അവിടെ വരുന്ന ഒരു കാര്യം ക്യാപിറ്റൽ അക്കൗണ്ട് വരക്കാനാണ്. ക്യാപിറ്റൽ അക്കൗണ്ട് വരക്കുന്നത് വളരെ ലളിതമായിട്ട് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഫ്ലക്ച്വേറ്റിംഗ് ആണെങ്കിൽ ഒരു അക്കൗണ്ട് വരക്കുന്നു, അത് ഏത് പാർട്ണറുടേതാണോ അത് കൊടുക്കുന്നു. അതില് ക്രെഡിറ്റ് സൈഡില് നമ്മൾ ആ പാർട്ണർ കൊണ്ടുവരുന്ന ബാലൻസ് എഴുതുന്നു, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണിക്കുന്നു, സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്നിവ കാണിച്ചുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ ഡ്രോയിങ്ങും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്ങും കാണിച്ചുകൊണ്ട് ബാലൻസ് ചെയ്താൽ അത്രയേ ഉള്ളൂ. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം ക്യാപിറ്റൽ അക്കൗണ്ട് വരും. ഇനി ഇത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിലോ അതിലേറെ സിമ്പിൾ ആണ്. 2 അക്കൗണ്ടുകൾ നമ്മൾ വരക്കും. ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ടും മറ്റൊന്ന് കറന്റ് അക്കൗണ്ടും. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്യാപിറ്റലിന്റെ ബാലൻസ് മാത്രം കാണിച്ചുകൊണ്ട് ബാക്കിയുള്ള എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും കറന്റ് അക്കൗണ്ടിൽ ചെയ്തുകൊണ്ട് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരമുള്ള ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരമുള്ള ക്യാപിറ്റൽ അക്കൗണ്ട്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം ക്യാപിറ്റൽ അക്കൗണ്ടും ഉണ്ടാവും, കറന്റ് അക്കൗണ്ടും ഉണ്ടാവും. അതോടൊപ്പം തന്നെ ചില സമയങ്ങളിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരക്കേണ്ടി വരുന്നു. എങ്ങനെ? ഈ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് വരക്കുമ്പോൾ നമ്മൾ അവസാനം പ്രോഫിറ്റ് ഷെയർ ചെയ്തു കൊടുക്കും പാർട്ണർമാർക്ക്. ഓരോ പാർട്ണറുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡില് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് എഴുതിയിട്ട് ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ഥാപനത്തിലെ പ്രോഫിറ്റിനെ 2 ആൾക്കും വീതിച്ചു കൊടുക്കാറുണ്ട്. ആ പ്രോഫിറ്റ് എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും കഴിഞ്ഞിട്ടുള്ളതാണ് തരാറുള്ളത്. എനിവേ ആ ഒരു പ്രോഫിറ്റ് തരുന്നത് ഈ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ കഴിയുന്നതിന്റെ മുമ്പാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരക്കണം. എന്തിനു വേണ്ടിയിട്ട് എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ വീതിച്ചു കൊടുക്കേണ്ട പ്രോഫിറ്റ് അഥവാ നെറ്റ് പ്രോഫിറ്റ് കാണുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരക്കും. അതിന്റെ ഡെബിറ്റ് സൈഡിൽ നേരത്തെ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റം ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ തുടങ്ങിയ ഐറ്റത്തെ ഡെബിറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാ? പ്രോഫിറ്റിൽ നിന്നും ഈ ഐറ്റം കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്ങിനെ ക്രെഡിറ്റ് ചെയ്യുകയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തുടങ്ങുന്നത് ഒരു പ്രോഫിറ്റിന്റെ ബാലൻസ് വെച്ചുകൊണ്ടുമാണ്. അങ്ങനെ ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരച്ചു. അതിന്റെ ക്രെഡിറ്റ് സൈഡില് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്ങിന് ക്രെഡിറ്റ് സൈഡിലും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും സാലറിയും കമ്മീഷനും ഡെബിറ്റ് സൈഡിലും എഴുതിക്കൊണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് എക്സാക്ട് പ്രോഫിറ്റ് കിട്ടും. ആ പ്രോഫിറ്റിനെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വീതിച്ചു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ക്യാപിറ്റൽ അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും വരക്കാനായിട്ട് സാധിക്കും. അത്രയും കാര്യങ്ങളൊക്കെ ആണ് ഇതിൽ പഠിക്കാനുള്ളത്. പിന്നീട് നമ്മൾ
പാർട്ണർഷിപ്പിൽ ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്യുന്ന 5 മെത്തേഡ് പ്രകാരമാണ് ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അതിലേതെങ്കിലും ഒരു മെത്തേഡ് എന്തായാലും എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു 5 മെത്തേഡിലുള്ള ഗുഡ്വിൽ, ഒന്ന് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കാണുന്നത്, അത് ഏറെക്കുറെ ആവർത്തിച്ച് ചോദിക്കുന്ന 2 മാർക്കിന്റെ ചോദ്യമാണ്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കാണാൻ നമ്മൾ ചെയ്യേണ്ടത് ആകെ നമുക്ക് തന്ന പ്രോഫിറ്റിനെ മൊത്തം കൂട്ടുക. അപ്പൊ 5 വർഷത്തെ പ്രോഫിറ്റ് തന്നാൽ 5 വർഷത്തെ പ്രോഫിറ്റിനെയും കൂട്ടി 5 കൊണ്ട് ഹരിച്ചാൽ ആവറേജ് പ്രോഫിറ്റ് ആയി. അതിനെ ഇൻറ്റു ഇയർ പർച്ചേസ് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗുഡ്വില്ലും ലഭിച്ചു കഴിഞ്ഞു. അപ്പൊ ഇത്രയും ഉള്ളൂ. ഇതില് ലോസ് ഉണ്ടെങ്കിൽ ആ ലോസിനെ നമ്മൾ കുറക്കണം. ഇപ്പൊ ഉദാഹരണത്തിന് 5 വർഷത്തിൽ തുടർച്ചയായിട്ട് 4 വർഷം പ്രോഫിറ്റും 1 വർഷം ലോസുമാണെങ്കിൽ നമ്മൾ മൊത്തത്തിലുള്ള പ്രോഫിറ്റിനെ കൂട്ടുകയും അതിൽ നിന്ന് ലോസ് കുറക്കുകയും അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ 5 വർഷം എടുക്കുകയും ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇയർ പർച്ചേസ് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കിട്ടി. പിന്നീട് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരമുള്ള ഗുഡ്വില്ലാണ്. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വില്ല് കാണുന്ന സമയത്ത് നമുക്ക് ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ് ആണ്. ഇവിടെ ആവറേജ് പ്രോഫിറ്റ് കാണാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ആവറേജ് പ്രോഫിറ്റ് കിട്ടും. അതിൽ നിന്ന് നോർമൽ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നമുക്ക് തരുന്ന ഒരു നോർമൽ റേറ്റ് ഉണ്ട്, ആ റേറ്റ് ഡിവൈഡഡ് ബൈ 100 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ പ്രോഫിറ്റ് കിട്ടും. അപ്പൊ ആവറേജ് പ്രോഫിറ്റിൽ നിന്നും നോർമൽ പ്രോഫിറ്റ് കുറച്ചു കഴിഞ്ഞാൽ സൂപ്പർ പ്രോഫിറ്റ് കിട്ടും. ആ സൂപ്പർ പ്രോഫിറ്റിനെ ഇയർ പർച്ചേസ് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഗുഡ്വില്ലായി. സൂപ്പർ പ്രോഫിറ്റിനെ ഇയർ പർച്ചേസ് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗുഡ്വിൽ കിട്ടും. അതുപോലെ തന്നെ ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റും ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റും ഉണ്ട്. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൽ നിന്നും ഒരു 4 മാർക്ക് എന്തായാലും ലഭിക്കും. പിന്നീട് അഡ്മിഷനാണ്. അഡ്മിഷന്റെ സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഒരു പുതിയ പാർട്ണർ വരുന്ന സമയത്ത് അതിനെയാണ് നമ്മൾ അഡ്മിഷൻ എന്ന് പറയുന്നത്. ആ അഡ്മിഷന്റെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന്, പുതിയ പാർട്ണർ വരുമ്പോൾ അദ്ദേഹം അസറ്റുകൾ വീതിക്കുന്നതിന് വേണ്ടിയിട്ട് ക്യാപിറ്റൽ കൊണ്ടുവരണം. മറ്റൊന്ന്, അവിടുത്തെ ലാഭവീതത്തിൽ പങ്കാളിയാവാൻ വേണ്ടിയിട്ട് ഗുഡ്വില്ല് കൊണ്ടുവരണം. ഗുഡ്വില്ല് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെയുള്ള എക്സിസ്റ്റിംഗ് പാർട്ണർ എന്ന് പറഞ്ഞാൽ നിലവിൽ അവിടെ ഉണ്ടായിരുന്ന പാർട്ണർമാർക്ക് അത് വീതിച്ചു കൊടുക്കണം. ഏത് റേഷ്യോയിൽ എന്ന് ചോദിച്ചാൽ അവരുടെ സാക്രിഫൈസിങ് റേഷ്യോ. അപ്പൊ സാക്രിഫൈസിങ് റേഷ്യോ പഠിക്കണം, ഓൾഡ് റേഷ്യോ എന്താണ് എന്ന് പഠിക്കണം, ന്യൂ റേഷ്യോ എന്താണ് എന്ന് പഠിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ പിന്നീട് റീവാലുവേഷൻ അക്കൗണ്ട്, അവിടെ നമ്മൾ അഡ്മിഷന്റെ സമയത്ത് പ്രത്യേകമായിട്ട് വരക്കുന്ന ഒരു അക്കൗണ്ടാണ് റീവാലുവേഷൻ അക്കൗണ്ട്. റീവാലുവേഷൻ അക്കൗണ്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, റീവാലുവേഷൻ അക്കൗണ്ടിൽ നമ്മൾ അസറ്റുകളുടെ വാല്യൂ കൂടുന്നതും കുറയുന്നതും അതുപോലെ ലാബിലിറ്റിയുടെ വാല്യൂ കൂടുന്നതും കുറയുന്നതുമാണ് ചെയ്യുന്നത്. ആയതുകൊണ്ട് തന്നെ അസറ്റുകളുടെ വാല്യൂ കൂടുന്ന സമയത്ത് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. അതുപോലെ തന്നെ അസറ്റിന്റെ വാല്യൂ കുറയുന്ന സമയത്ത് റീവാലുവേഷന്റെ ഡെബിറ്റ് സൈഡിലും കാണിക്കും. അതുപോലെ ലാബിലിറ്റിയുടെ വാല്യൂ കുറയുന്ന സമയത്ത് ക്രെഡിറ്റ് സൈഡിലും, ലാബിലിറ്റിയുടെ വാല്യൂ കൂടുന്ന സമയത്ത് ഡെബിറ്റ് സൈഡിലും കാണിക്കും. ഇങ്ങനെ അസറ്റുകൾ അതിന്റെ വാല്യൂ കൂടിയതും കുറയുന്നതും രണ്ടും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ട് ഓരോ അസറ്റ്, ഫേർണിച്ചർ ആണെങ്കിൽ ഫേർണിച്ചർ കൂടിയിട്ടുണ്ടെങ്കിൽ ഫേർണിച്ചർ എന്ന റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചുകൊണ്ട് എമൗണ്ട് കാണിക്കുന്നു. ദെൻ ലാബിലിറ്റി കുറഞ്ഞതാണെങ്കിൽ ക്രെഡിറ്റേഴ്സ് കുറഞ്ഞു, അപ്പൊ നമ്മൾ റീവാലുവേഷന്റെ ക്രെഡിറ്റ് സൈഡിൽ എത്രയാണോ ക്രെഡിറ്റേഴ്സ് കുറഞ്ഞിട്ടുള്ള ആ ഒരു തുക കാണിക്കും. ഇങ്ങനെ അസറ്റുകളും ലാബിലിറ്റിയും ഒക്കെ കുറയുന്നതും കൂടുന്നതും നമ്മൾ കാണിക്കുക. ഇത് അഡ്മിഷൻ ആയാലും റിട്ടയർമെന്റ് ആയാലും ഡെത്ത് ആയാലും ഒരേപോലെയാണ്. അതുകൊണ്ട് തന്നെ ഒരു വെടിക്ക് 3 പക്ഷി, ഒരൊറ്റ വട്ടം പഠിച്ചാൽ 3 സ്ഥലങ്ങളിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം. എക്സാമിനെ സംബന്ധിച്ചിടത്തോളം 100% ഉറപ്പാണ് ഒരു റീവാലുവേഷൻ അക്കൗണ്ട് ആ ക്വസ്റ്റ്യനിൽ വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അക്കൗണ്ടൻസിയിൽ 4 മാർക്ക് അവിടെ കിട്ടുകയാണ്. അത് അഡ്മിഷന്റെ സമയത്തും റീവാലുവേഷൻ അതേപോലെ ചെയ്യും, റിട്ടയർമെന്റിന്റെ സമയത്തും റീവാലുവേഷൻ അത് തന്നെയാണ്, ദെൻ അതുപോലെ തന്നെ ഡെത്തിന്റെ സമയത്തും റീവാലുവേഷൻ അക്കൗണ്ട് അത് തന്നെയാണ്. പിന്നീട് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് വരക്കുന്നു.
പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് വരക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തതുപോലെ വളരെ ലളിതമായിട്ട് ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് വരക്കാം. അതില് പാർട്ട്ണർമാരുടെ ക്യാപിറ്റൽ അക്കൗണ്ടുകൾ സെപ്പറേറ്റ് ആയിട്ട് വരക്കാം, അല്ലെങ്കിൽ എല്ലാവരുടേതും കൂടെ ഒന്നിൽ വരച്ചുകൊണ്ട് ഓരോ കോളത്തിൽ അവരുടെ നെയിം കാണിക്കാം. എന്നിട്ട് നമ്മൾ ബാലൻസ് ഷീറ്റിൽ തരുന്ന ആ ഒരു ക്യാപിറ്റലിനെ നമ്മൾ ബാലൻസ് ബി പാടി എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നു. അതോടൊപ്പം തന്നെ പുതിയ പാർട്ണർ കൊണ്ടുവരുന്ന ക്യാപിറ്റലിനെ ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ കോളത്തിൽ അല്ലെങ്കിൽ അയാളുടെ അക്കൗണ്ടിൽ കാണിക്കും. അതോടൊപ്പം തന്നെ പ്രീമിയം കൊണ്ടുവരുന്ന സമയത്ത് അല്ലെങ്കിൽ ഗുഡ്വിൽ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ പ്രീമിയം എന്ന് കാണിച്ചുകൊണ്ട് എക്സിസ്റ്റിംഗ് പാർട്ണർക്ക് അവരുടെ സാക്രിഫൈസിംഗ് റേഷ്യോയിൽ ആ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ പ്രീമിയം എന്ന് കാണിച്ചുകൊണ്ട് രണ്ട് പാർട്ണർക്കും വീതിച്ചു കൊടുക്കുന്നു സാക്രിഫൈസിംഗ് റേഷ്യോയിൽ. പിന്നീട് നമ്മൾ പറഞ്ഞതുപോലെ റിസർവ്, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നിവയുണ്ടെങ്കിൽ അത് അഡ്മിഷന്റെ സമയത്തായാലും റിട്ടയർമെന്റിന്റെ സമയത്തായാലും ഡെത്തിന്റെ സമയത്തായാലും ഡിസൊല്യൂഷന്റെ സമയത്തായാലും ഒക്കെ ഒരേപോലെ ട്രീറ്റ് ചെയ്യുന്നു. പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ അത് വീതിച്ചു കൊടുക്കുന്നതായിട്ട് ഓരോ പാർട്ണറുടെയും ആ റേഷ്യോയിൽ, ഓൾഡ് റേഷ്യോയിൽ അതിനെ വീതിച്ചു കൊടുക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് റീവാലുവേഷന്റെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ പാർട്ണർമാർക്ക് അവരുടെ ഓൾഡ് റേഷ്യോയിൽ അതിനെയും വീതിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു, പുതിയ ബാലൻസ് ഷീറ്റ് വരക്കുന്നു. പുതിയ ബാലൻസ് ഷീറ്റ് വരക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ബാലൻസ് ഷീറ്റിൽ നിന്നും എന്തൊക്കെ അസറ്റുകൾ കൂടിയിട്ടുണ്ട് അതിനെ കൂട്ടിക്കാണിക്കുക, അസറ്റ് കുറഞ്ഞതിനെ കുറച്ച് കാണിക്കുക, ലാബിലിറ്റി കൂടിയതിനെ കൂട്ടിക്കാണിക്കുക, ലാബിലിറ്റി കുറഞ്ഞതിനെ കുറച്ച് കാണിക്കുക. ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമുക്ക് കിട്ടിയിട്ടുള്ള പാർട്ണർമാരുടെ ക്യാപിറ്റൽ ബാലൻസ് പുതിയ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലായിട്ട് കാണിക്കുക. അതോടൊപ്പം തന്നെ പുതിയ പാർട്ണർ കൊണ്ടുവന്ന ക്യാഷിനെ കാണിക്കുക. പുതിയ പാർട്ണർ കൊണ്ടുവന്ന പ്രീമിയം നിലനിർത്തുന്നുണ്ടെങ്കിൽ അതിനെയും ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കാണിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഏറെക്കുറെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റുകളൊക്കെയായി. അതോടൊപ്പം തന്നെ ഈ റീവാലുവേഷനുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രികൾ ചോദിക്കാറുണ്ട്. നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ ജേണൽ എൻട്രിയുമായി ബന്ധപ്പെട്ടത് പറഞ്ഞതുപോലെ ഒരു റീവാലുവേഷൻ അക്കൗണ്ട് നമുക്ക് വരക്കാൻ അറിയുമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമുക്ക് ജേണൽ എൻട്രി അറിഞ്ഞുകൂടാ? റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ജേണൽ എൻട്രി ഒരു പ്രയാസമില്ല. റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റിലുള്ള ഐറ്റത്തെ നമ്മൾ ട്രാൻസാക്ഷൻ എഴുതുമ്പോൾ, ഉദാഹരണം ഡെബിറ്റ് സൈഡിൽ ഫർണിച്ചറും സ്റ്റോക്കും അതേപോലെ തന്നെ ഡെപ്റ്റേഴ്സും ഉണ്ട് എന്ന് കരുതാം. നമ്മൾ ജേണൽ എൻട്രി ചെയ്താണെന്നുണ്ടെങ്കിൽ റീവാലുവേഷൻ അക്കൗണ്ട് അറ്റർ ടു ഫർണിച്ചർ, റീവാലുവേഷൻ അക്കൗണ്ട് അറ്റർ ടു ഡെപ്റ്റേഴ്സ്, റീവാലുവേഷൻ അക്കൗണ്ട് അറ്റർ ടു സ്റ്റോക്ക്. ഇനി ബിൽഡിംഗ് ഉണ്ട് റീവാലുവേഷന്റെ ക്രെഡിറ്റ് സൈഡിലെങ്കിൽ ആദ്യം നമ്മൾ ഐറ്റം അഥവാ ബിൽഡിംഗ് അക്കൗണ്ട് അറ്റർ ടു റീവാലുവേഷൻ. ഇത്തരത്തിൽ ഏത് ജേണൽ എൻട്രികളും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ അഡ്മിഷന്റെ ഏറെക്കുറെ കാര്യങ്ങൾ, ഇനി ഹിഡൻ ഗുഡ്വില്ല്, അതുപോലെ തന്നെ അത്രയും ചില റിസർവ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് ഹിഡൻ ഗുഡ്വിൽ അങ്ങനത്തെ കുറച്ചു കാര്യങ്ങൾ മാത്രം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ടത് അടുത്ത വീഡിയോസിൽ ചർച്ച ചെയ്യാം. അതേപോലെ തന്നെ ഇനി റിട്ടയർമെന്റ് എന്നുള്ള ഒരു ചാപ്റ്ററാണ്. റിട്ടയർമെന്റിനെ സംബന്ധിച്ചിടത്തോളം അഡ്മിഷനെ കൃത്യമായിട്ട് പഠിച്ച കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു 10 മിനിറ്റ് സമയം ഉണ്ടായാൽ റിട്ടയർമെന്റ് എന്നുള്ള ചാപ്റ്റർ പഠിക്കാൻ പറ്റും. 5-6 ദിവസങ്ങളൊക്കെ ഇരുന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ റിട്ടയർമെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ കുറച്ച് സമയം കൊണ്ട്, എന്ന് പറഞ്ഞാൽ റിട്ടയർമെന്റിൽ ഏറെക്കുറെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിൽ പാർട്ണർ അഡ്മിറ്റ് ചെയ്യുന്നതിന് പകരം ഒരാള് വിഡ്രോ ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒഴിഞ്ഞു പോവുകയാണ്, വളണ്ടറിലി സ്വമേധയാ അല്ലെങ്കിൽ എന്തെങ്കിലും നോട്ടീസോ അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പൊ റിട്ടയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, റിട്ടയർ ചെയ്തു പോകുന്ന പാർട്ണർ ആദ്യമേ അവിടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ റീവാലുവേഷന്റെ ഷെയർ വീതിക്കുന്ന സമയത്ത്, പ്രോഫിറ്റ് വീതിക്കുന്ന സമയത്ത് ഈ റിട്ടയർ ചെയ്യുന്ന പാർട്ണർക്കും കൂടെ അതിൽ അവകാശമുണ്ട്. പോകുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും, റിട്ടയർ ചെയ്തു പോകുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും അയാൾക്ക് കിട്ടാൻ അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ വിട്ടുപോകുമ്പോൾ അയാൾക്ക് ഗുഡ്വില്ല് അങ്ങോട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പൊ നേരത്തെ നമ്മൾ ട്രീറ്റ് ചെയ്ത ഗുഡ്വില്ല് കൊണ്ടുവന്നുകൊണ്ട് എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സിനെ വീതിച്ചു കൊടുക്കുകയാണ് ചെയ്തിരുന്നതെങ്കിൽ ഇവിടെ കണ്ടിന്യൂയിങ് പാർട്ണർ അഥവാ തുടർന്നു പോകുന്ന പാർട്ണർ പോകുന്ന ആൾക്ക് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പൊ അത്തരത്തില് ഇത് ട്രീറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ അടുത്ത് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് കാണിക്കുക. പിന്നീട് ആകെ ഈ റിട്ടയർമെന്റും ഡെത്തും തമ്മിൽ ഈ ഗുഡ്വില്ലിന്റെ കാര്യത്തിലാണ് ചെറിയ അക്കൗണ്ടിങ് പ്രോബ്ലംസ് ഉള്ളത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ
അഡ്മിഷന് പഠിച്ചതുപോലെ തന്നെയാണ് ഇവിടെ വേണമെങ്കിൽ നമുക്കതും കൂടെ ചർച്ച ചെയ്യാം. അപ്പോൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗുഡ്വില്ല് അങ്ങോട്ട് കൊടുക്കണം. അപ്പൊ എക്സിസ്റ്റിംഗ് പാർട്ണർ റിട്ടയറിംഗ് പാർട്ണറിന് കൊടുക്കുമ്പോൾ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ അവർ കൊടുക്കുന്ന ആ എമൗണ്ട് കാണിക്കുകയും അത്രയും എമൗണ്ടിനെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ആ റിട്ടയർ ചെയ്യുന്ന പാർട്ണറുടെ കോളത്തിൽ കാണിക്കുകയും ചെയ്യുക. ബാലൻസ് ഷീറ്റ് നേരത്തെ നമ്മൾ വരച്ചതുപോലെ വരയ്ക്കുക, റീവാലുവേഷൻ അക്കൗണ്ട് അതുപോലെ വരയ്ക്കുക. പിന്നെ ഡെത്ത് ആണ്. റിട്ടയർമെന്റും ഡെത്തും തമ്മിൽ ഒരു വ്യത്യാസമാണുള്ളത്. റിട്ടയർമെന്റ് പ്ലാൻഡ് ആയിട്ട് പോകും, അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് പോകും. ഡെത്ത് മരിക്കുമ്പോൾ പറയാതെ പോകും എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പിന്നീട് അവിടുത്തെ പ്രോഫിറ്റ് വാങ്ങാനോ വീതം വാങ്ങാനോ അദ്ദേഹം വരൂല, അദ്ദേഹത്തിന്റെ അനന്തരാവകാശികളാണ് വരിക എന്നുള്ളതാണ്. ഇനി ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ട് തന്നെ നമ്മൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത് ആ പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ബാലൻസ് എന്ന് എഴുതുന്നതിന് പകരം പിന്നെ അയാൾ അവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ അയാളെ ബാലൻസ് എന്നല്ല എഴുതുക, അവിടെ പാർട്ണേഴ്സ് ലോൺ, ആ റിട്ടയർ ചെയ്യുന്ന പാർട്ണറുടെ ലോൺ എന്നാണ് കാണിക്കുക. അതേപോലെ തന്നെ ഡെത്തിന്റെ സമയത്ത് പാർട്ണേഴ്സ് ലോൺ എന്നല്ല, അയാൾ പിന്നെ ലോൺ വാങ്ങാൻ വരാത്തത് കൊണ്ട് തന്നെ പാർട്ണേഴ്സ് എക്സിക്യൂട്ടീവ്സ് ലോൺ എന്നാണ് കാണിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഡെത്തിന്റെ ഏരിയയും അതിലുള്ള ജേണൽ എൻട്രി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയൊക്കെ ചെയ്യാം. ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ നമ്മൾ ആ ഒരു റിട്ടയർമെന്റ് ആൻഡ് ഡെത്ത് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. പിന്നീട് ഡിസൊല്യൂഷൻ ആണ്. ഡിസൊല്യൂഷനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് വളരെ ലളിതമായിട്ട് ചെയ്യാവുന്നതാണ്. വീഡിയോയുടെ ലെങ്ത് കൂടുമെന്നുള്ളതിനാൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഡിസൊല്യൂഷനൊക്കെ വളരെ കൃത്യമായിട്ട് അതിന്റെ പ്രോബ്ലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത ഒരു വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അക്കൗണ്ടൻസിയുമായി ബന്ധപ്പെട്ട +2-ന്റെയും +1-ന്റെയും എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. പരമാവധി ഞാൻ അതിന്റെ ഉത്തരം നൽകാനായിട്ട് ശ്രമിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോസുകൾ കാണുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്മൾ റിട്ടയർമെന്റും ഡെത്തും അഡ്മിഷനും അതുപോലെ തന്നെ അക്കൗണ്ടിങ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനും അതേപോലെ ഡിസൊല്യൂഷനും പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്നുള്ള ഒരു 40 മാർക്കും കൂടെ നമുക്ക് കരസ്ഥമാക്കാനായിട്ട് സാധിക്കും. അത്തരത്തിൽ 40 മാർക്കും കൂടെ കരസ്ഥമാക്കി കഴിഞ്ഞാൽ നമുക്ക് 120-ൽ 120 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എന്തൊക്കെ നിങ്ങൾ പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. ജേണൽ എൻട്രി വളരെ അധികമായിട്ട് ചോദിക്കാറുണ്ട്, അതിന്റെ റേഷ്യോസ് കാണുന്നത് ചോദിക്കാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടെ ഒന്ന് ശ്രദ്ധയൂന്നി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും അക്കൗണ്ടൻസിയിൽ 120-ൽ 120 മാർക്കും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അത്തരത്തിൽ സാധിക്കട്ടെ എന്ന്